എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഘടകമാണ് ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കാനുള്ളത്. അപ്പോൾ നിരവധി ആൾക്കാരുടെ ഒരു സംശയം ഇത് എന്നാണ് ലഭിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുള്ളതാണ്. PFMS-നകത്ത് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഫണ്ട് നമുക്ക് അലോഡ് ചെയ്യുന്ന സമയത്താണ് PFMS-നകത്ത് റിക്വസ്റ്റ് വരുന്നത്. ആ 2000 രൂപയുടെ റിക്വസ്റ്റ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മുടങ്ങിയിട്ടുള്ള എത്ര എമൗണ്ടിന്റെ റിക്വസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഈ ഫാർമർ ഐ ഡി മാത്രം എടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക, അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഇപ്പോൾ നിലവിൽ ഈ പേയ്മെന്റ് തരേണ്ടത് കേന്ദ്രമാണ്. എല്ലാ പേയ്മെന്റ്, കാരണം നമ്മുടെ പേയ്മെന്റ് അനുവദിക്കുന്ന സമയത്താണ് നമുക്ക് PFMS-ലേക്ക് റിക്വസ്റ്റ് വരുന്നത്. നമ്മുടെ ഫണ്ട് ഓൾറെഡി അവിടെ റിക്വസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, ഈ ഫണ്ട് ഓൾറെഡി അവിടെ അലോഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് കേന്ദ്രം അല്ലെങ്കിൽ പ്രധാനമന്ത്രി, നമ്മുടെ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാണ്, ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരേണ്ടത്. പക്ഷേ ഈ ഒരു സമയത്തും 29-ാം തീയതി മാൻ കി ബാത്ത് ഉണ്ട്, ആ ഒരു സമയത്ത് വിതരണം ഉണ്ടാവുമോ എന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും തന്നെയും ചെയ്യാനായിട്ടില്ല, എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. PFMS-നകത്തോട്ട് നമുക്ക് റിക്വസ്റ്റ് വന്നിരിക്കുകയാണ്. PFMS റിക്വസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ട് അവിടെ അനുവദിച്ചിട്ടുണ്ട്. 2000 രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടാനുള്ളത് അത്രയും രൂപ അവിടെ അനുവദിച്ച് വെച്ചിരിക്കുകയാണ്. ആ ഫണ്ട് ഓൾറെഡി അവിടെ എല്ലാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ കാണാനായിട്ട് തന്നെ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഒറ്റ ഒരു വിതരണ ഡേറ്റ് മാത്രമാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രൗഡ് കൂടിക്കൊണ്ട് ഒരു മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാണുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമുക്ക് ഈ മാൻ കി ബാത്ത് വഴിയോ അങ്ങനെ എന്തെങ്കിലും വിതരണം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ നമുക്ക് നേരത്തേക്ക് ഒരാഴ്ച മുമ്പ് തന്നെ അറിയാൻ സാധിക്കും എന്നാണ് വിതരണം വരിക എന്നുള്ളതൊക്കെ. ഇത് അവിടെ അത് കാണിച്ചിട്ടില്ല. പക്ഷേ PFMS-നകത്ത് നമുക്ക് 2000 രൂപയുടെ എല്ലാം നമ്മുടെ ഫണ്ട് അനുവദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരുന്നുമുണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് പ്രധാനമന്ത്രിയുടെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഡേറ്റ് ഇതൊന്നും നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കില്ല. കുറെ ആൾക്കാർ പറയുന്നുണ്ട് അടുത്ത മാസം ആദ്യമായിട്ട് വരുന്നു എന്നൊക്കെ. നമുക്കതൊക്കെ വായി വരുന്നതെല്ലാം പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ എനിക്കും പറയാൻ സാധിക്കും, ഞാൻ 29 എന്ന് പറഞ്ഞിട്ടുണ്ട്, 18 എന്ന് പറഞ്ഞിട്ടുണ്ട്, 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി PM ഇവന്റ്സിനകത്ത് പ്രധാനമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റുന്നത് PM ഇവന്റ്സ് വഴിയാണ്. അതുവഴിയാണ് എല്ലാം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാതെ നമ്മൾ നേരിട്ട് വിളിച്ചു ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് പൈസ ഇടുന്നതെന്ന് ചോദിച്ചിട്ടൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ ഗൂഗിൾ വഴി പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാംസ് ചാർട്ട് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് PM ഇവന്റ്സ്. അതുവഴിയാണ് നമ്മളിതെല്ലാം നോക്കുന്നത്, അതുവഴിയാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ. ഞാൻ തന്നെയും PM കിസാൻ അപേക്ഷിച്ചതും മേടിച്ചതും ഒക്കെ ഈ ഒരു പണം ആഗ്രഹിച്ചിട്ടൊന്നും ഒരിക്കലുമല്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ PM കിസാൻ സമ്മാനയുടെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളും എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫണ്ട് വന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും അവസാനം പറയുന്നത്, ഇപ്പം ഞാൻ പറയാം, 2 വർഷം മുമ്പേ തന്നെയും എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടായാൽ പോലും അല്ലെങ്കിൽ അവർ ആ ഫണ്ട് നോക്കുന്നില്ല, ഞങ്ങൾക്ക് പൈസ വരുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ KYC, നിങ്ങളുടെ ബാങ്ക്, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കാതെ ഒരിക്കലും നിങ്ങളുടെ ഫണ്ട് നിങ്ങൾക്ക് വരില്ല. അതാണ് അതിനകത്തെ സത്യം. നിങ്ങൾ അത് എപ്പോഴും നോക്കുക. നമുക്ക് DBT ട്രാൻസ്ഫർ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻസ്, അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. കാരണം വെച്ചാൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ മാത്രം, DBT ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ PM കിസാൻ സമ്മാനയുടെ തുക നമുക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുക. നമുക്ക് തുടക്കം മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ബാങ്ക് നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഓരോ സാമ്പത്തിക വർഷം കഴിയുന്നതനുസരിച്ച് തന്നെ KYC രജിസ്ട്രേഷൻ ആവാം, പല പ്രശ്നങ്ങളോട് തന്നെ നിങ്ങളുടെ തുക വിതരണം പോകാനുള്ള സാധ്യതകൾ പലതും ഉണ്ട്. അത് നിങ്ങൾ എപ്പോഴും നിങ്ങളത് നോക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമുക്ക് കേന്ദ്ര വിധം കിട്ടി, ഒരു പ്രാവശ്യം കിട്ടിയെന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യം കിട്ടണമെന്നൊന്നുമില്ല. ബാങ്ക് എപ്പോഴും ഏത് സമയത്ത് നമുക്ക് മാറാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺലൈൻ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ DBT ചേഞ്ച് ആവാം, നമ്മുടെ KYC അതൊക്കെ ചേഞ്ച് ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിനകത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക, PFMS ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഇനിയെങ്കിലും നിങ്ങളത് ചെയ്യുക. അതുപോലെ തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമർ ഐ ഡി എത്രയും പെട്ടെന്ന് എടുത്തു പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ലാൻഡ് സീഡിങ് ചെയ്യാതെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നിൽക്കേണ്ട. കാരണം കേന്ദ്ര സെൻട്രൽ ID നമുക്ക് എടുത്തേ മതിയാവുള്ളൂ, അത് നിർബന്ധമാണ്. ഒത്തിരി പേര് പറഞ്ഞു കതിറാപ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കതിറാപ്പ് എടുക്കേണ്ടത് ഞാൻ അന്ന് തൊട്ടേ പറയുന്ന കാര്യം. കതിറാപ്പ് കേരളത്തിന്റെ ഒരു ആപ്പായിരുന്നു, നമ്മുടെ സാധാ കൃഷി ഓഫീസിന്റെ ഒരു ആപ്പ് തന്നെയാണ്. അതിനകത്ത് PM കിസാൻ ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരു കളി തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും പോയി കതിറാപ്പ് എടുത്തിരിക്കുന്നത്. കതിറാപ്പ് ഒരിക്കലും PM കിസാനോട്ട് യാതൊരു ബന്ധങ്ങളും നമുക്കില്ല. അത് നിങ്ങൾ ആദ്യം ഓർത്തുകൊള്ളുക. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കി എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ ബാങ്ക് ബ്ലോക്കാണ് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ട്, അഗ്രിസ്റ്റാക്കിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തു തരാം. അല്ലാത്തതൊന്നും നമുക്കറിയില്ല, പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തു തന്നിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.